ഹലോ ഗൈസ്, എല്ലാവർക്കും എന്തെന്ന് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ ഒരു കുട്ടി ട്രിപ്പ് ഫാമിലി കസിൻസ് മാത്രം ആയിട്ട് പോവുകയാണ്. വയനാട്ടിലാണ് പോകുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഓക്കെ. അപ്പം നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ്. അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട്. അപ്പം ഇതെൻ്റെ അനിയൻ, ബ്രദറ്, വേറെ കസിൻസ് ഇപ്പോൾ കയറും കുറച്ച് കഴിയുമ്പോൾ. ഇത് ഞങ്ങളുടെ വേളാങ്കണ്ണി മാതാവിൻ്റെ കപ്പേളയാണ്. ഇതൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് നടന്നിട്ടുള്ള വഴികളാണ്. ഹലോ. ഇത് പാൽച്ചുരം എന്ന് പറയുന്ന സ്ഥലം. ഇവിടുന്ന് ഒരു കസിനുണ്ട്. കസിൻ്റെ ഹസ്ബൻഡാണ്. അവളിവിടെ ഇല്ല. ഈ കൂട്ടത്തിൽ പെണ്ണായിട്ട് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത്ഭുതപ്പെട്ടു കേട്ടാ. ഇന്നലെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണോ? ഒരാള് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് ചുരം കയറാൻ പോവുകയാണ്. ഇപ്പം നാട്ടിൽ വന്നിട്ട് ഏകദേശം 2-2.5 മാസം കഴിഞ്ഞു. ഇനി കുറച്ച് ദിവസവും കൂടിയേ ഉള്ളൂ നമ്മൾ. അപ്പം കസിൻസിൻ്റെ കൂടെ ട്രിപ്പ് ആണ്. ഇതിൽ ഇച്ച ഹസ്ബൻഡിനെ ഇച്ച എന്നാണ് വിളിക്കുന്നത്. ആൾ തിരിച്ചു പോയി. എന്താണെന്ന് വെച്ചാൽ ആൾക്ക് ഒക്ടോബർ 1st വീക്കിൽ തന്നെ ജോലി കയറണം. എനിക്ക് ഒക്ടോബർ 14th കയറിയാൽ മതിയായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് നാളും കൂടെ നാട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ഈ ട്രിപ്പ്. കുട്ടി ട്രിപ്പാണ്, ബട്ട് ദ മോസ്റ്റ് എൻജോയ്ഡ് ട്രിപ്പാണ്. കസിൻസ് ബ്രദേഴ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. എൻ്റെ വീട് ആക്ച്വലി ഉള്ളത് കണ്ണൂർ വയനാട് ബോർഡറാണ്. കണ്ണൂർ ജില്ലയാണ്. പക്ഷെ വയനാട് ഒരു 10-15 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ വയനാടായി. ഒരു 15-20 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വയനാട് എത്തും. അപ്പോൾ നമുക്കെല്ലാ ആവശ്യത്തിനും വയനാട്ടിലേക്ക് പോകാനാണ് എളുപ്പം. അന്നേരം ജസ്റ്റ് ഈ ചുരം കയറി കഴിഞ്ഞാൽ ഇതിപ്പോൾ വയനാട് എത്തി എന്ന് പറയാം. ഈ ചുരം കയറി എത്തുന്ന സ്ഥലം വയനാടാണ്. അപ്പം അത്രയേ ഉള്ളൂ നമുക്ക് വയനാട്ടിലേക്കുള്ള ദൂരം. അപ്പോൾ ഇനി നമുക്ക് മനോഹരമായ വയനാടിൻ്റെ പ്രകൃതി ഭംഗി, തേയിലത്തോട്ടങ്ങളൊക്കെ കാണാം. ഞങ്ങൾ മൊത്തം 5 പേരായിരുന്നു ഉണ്ടായിരുന്നത് ഈ ട്രിപ്പിൽ. അങ്ങനെ ഒട്ടും പ്ലാൻഡ് ട്രിപ്പൊന്നുമല്ല. ഭയങ്കര അടിപൊളി ട്രിപ്പായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ കുറേ ജോക്സും കൗണ്ടേഴ്സും ഒക്കെ എനിക്ക് ഭയങ്കര പുതുമയുള്ളതായിരുന്നു. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇതിനിടയ്ക്ക് ഞങ്ങളൊരു നാടൻ ഊണ് കഴിച്ചിരുന്നു. പക്ഷേ അതൊന്നും ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരും എടുക്കത്തുമില്ല. ഇവർ പറയുന്നു ഈ വഴി കൂടി നമ്മൾ ടിപ്പു സുൽത്താൻ പോയെന്ന്. ഇതൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ പോലെ ഇപ്പൊ ഓർത്ത് വെക്കാൻ അല്ല, ഈ വഴി 1800 റെയിൽവേ ടിപ്പു സുൽത്താൻ അല്ലോടാ, പഴശ്ശിരാജ ആയിരിക്കും. അത് ശരിയാ. റെയിൽവേ 1826 സ്ഥലമാണ് ഇവിടെ വയനാട്. വിപ്ലവ ഭൂമിയാണ്. വളരെയധികം ആൾക്കാര് വയനാട്ടിലോട്ട് കടൽ അനുവദിക്കണമെന്ന് പറഞ്ഞ് കളക്ടറേറ്റിലോട്ട് നിവേദനം ഓക്കെ. അപ്പൊ ഇവിടെയുള്ള ഒരു അറിവിന്റെ നിറകൂടെ പറയുകയാണ്. വയനാട്ടിലായിരുന്നു വിപ്ലവത്തിന്റെ തുടക്കം. അവരാണ് വിപ്ലവങ്ങളുടെ രാജാവ്. ഇടുക്കിയിലോട്ട് ബാധിച്ചത്. വയനാട്ടില് കടൽ അനുവദിച്ചു കഴിഞ്ഞതിന് ശേഷം ഇടുക്കിയിലോട്ട് അത് ബാധിച്ചായിരുന്നു. അപ്പൊ വയനാട്ടുകാര് പറഞ്ഞു കടല് വേണമെന്ന്. കളക്ടറേറ്റിൽ അവര് കടലിന് വേണ്ടിയിട്ട് ഇത് കൊടുത്തു, അപേക്ഷ കൊടുത്തു. അനുവദിച്ച് കിടക്കുന്നതാണ്. ഇത് സത്യമുള്ള കാര്യമാണ്. ഇത് നുണയാണ്. വേറെ പറയാം. പിന്നെ സത്യം പറഞ്ഞ ലാസ്റ്റ് നമ്മള് സ്റ്റാർ കൂടെ ഇട്ടേക്കാം. എല്ലാവരും ഇരുന്ന് ചളി അടിക്കുകയാണ് ഗൈസ്. ചളിയോട് ചളി. സത്യം പറഞ്ഞപ്പോ അത് ചളി. വളവ് കഴിഞ്ഞു. കഴിഞ്ഞില്ല. കഴിഞ്ഞില്ല, വരുന്നേ ഉള്ളൂ. ശരിക്കും പറയാം. ഇതൊരു എസ് വളവല്ലേ?
ഇത് എസ് വളവാണോ? ഇത് എസ് അല്ല, ഇത് സി. കണ്ടോ, സി പോലെയല്ലേ ഇരിക്കുന്നത്. ഇതാണ് എസ് വളവ്. കണ്ടോ? നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. അത്രയും ഫണ്ണായതുകൊണ്ടാണ്. എനിക്ക് ഫണ്ണായിരുന്നു. എനിക്കറിയില്ല നിങ്ങൾക്കിതെങ്ങനെ തോന്നുമെന്ന്, പക്ഷേ എനിക്കത് എഡിറ്റ് ചെയ്തപ്പോൾ കളയാനായിട്ട് തോന്നിയില്ല. ഇവരുടെ കൂടെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ മൂഞ്ചി ഗൈസ്, മൂഞ്ചി. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഉണ്ട്, അവർ പറയുന്നു അത് അടച്ചിട്ടേക്കുവന്നു. ഗൂഗിളിലൊക്കെ ഓപ്പൺ കാണിച്ച് വിളിച്ചപ്പോൾ കോൾ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഉണ്ട് ഒക്ടോബർ 4 5 അവരിത് ഓപ്പൺ ചെയ്യുള്ളൂ പോലും. ആരും ഇപ്പോൾ വരണ്ട അതുവരെയും. ആക്ച്വലി ഞങ്ങൾ പ്ലാൻ ചെയ്ത് 900 കണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വയനാട്ടിലായിരുന്നു വരാൻ ഉദ്ദേശിച്ചത്. അവിടെയാണ് പോയത്. പക്ഷെ അത് ക്ലോസ്ഡ് ആയിരുന്നു. കാരണം ഈ ചൂരൽമല ഡിസാസ്റ്റർ അതിൻ്റെയൊക്കെ കാരണത്താലാണ്. അതായിരുന്നു സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് എന്തോ ഒരു പദവി ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജിനുണ്ട്, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. പക്ഷേ അത് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭാഗ്യം ഉണ്ടായില്ല. അപ്പം ഞങ്ങൾ പിന്നെ വൈത്തിരി എന്ന് പറയുന്നൊരു സ്ഥലത്ത് വന്നു. അതിൽ ഒരു വന്നപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നുവെങ്കിലും ഇവർ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ഞങ്ങൾ ഉദ്ദേശിച്ച ഗ്ലാസ് ബ്രിഡ്ജും ബഞ്ചി ജമ്പിങ്ങും ഓപ്പൺ അല്ല, അതിൻ്റെ മെയിൻ്റനൻസ് മറ്റു വർക്കുകളൊക്കെ നടക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈത്തിരി അഡ്വഞ്ചേഴ്സ് പാർക്ക് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, അങ്ങോട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് നിൽക്കുന്ന പോലെ കണ്ടാൽ തോന്നുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നാച്ചുറൽ ആണ്, ഒട്ടും മറ്റേ ഇതല്ലേ അല്ല, ആർട്ടിഫിഷ്യൽ അല്ലല്ല. ബാക്ക് മറ്റേ ഫ്രണ്ട് ആക്കി ഇനി ഈ ട്രിപ്പിൻ്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് ഇവർക്ക് നമുക്കിടയിലുള്ള ജോക്സും അതുപോലെ തന്നെ കൗണ്ടറും എന്നെ ട്രോളുന്നതും ഒക്കെ ആയിരുന്നു. കാരണം എനിക്ക് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ഒരു ട്രിപ്പ് പോയ ഫീലായിരുന്നു. ഈ 3 മാസം നാട്ടിൽ വന്ന് നിന്നിട്ട് എൻ്റെ ഏറ്റവും ദ മോസ്റ്റ് എൻജോയ് ഡേ ആയിരുന്നു ഇതെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ ഇവിടെ എൻട്രി ഫീ ആയിട്ട് 300 rupees ആയിരുന്നു ഈ ഗ്ലാസ് ബ്രിഡ്ജിലുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ബാലി സ്വിമ്മും എടുത്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും കൂടെ വരുന്ന ഫീ എന്ന് പറഞ്ഞാൽ 600 ആണല്ലോ ഒരാൾക്ക്. പക്ഷേ അവിടെയും ഞങ്ങൾ സ്കൂളിലൊക്കെ നമ്മൾ പോകുന്ന പോലെ ഞാനല്ല, ഇവർ എല്ലാം ഭയങ്കര കോമഡി ആയിരുന്നു. ഇവർ പോയിട്ട് അവിടെയും ബാർഗെയിൻ ചെയ്ത് അതിൻ്റെ റേറ്റ് കുറപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്തു. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് അടി കിട്ടുന്നു, ഞാനൊക്കെ നൈസായിട്ട് സ്കൂട്ടായി. ബട്ട് അത് ഭയങ്കര ഫണ്ണായിരുന്നു. ഇത് ഇവർക്ക് നോർമലാണെന്നാണ് ഇവർ പറയുന്നത്, ഇവർ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇങ്ങനെയാണെന്ന് പറയണേ. പക്ഷെ ഞാനിതിപ്പോൾ കുറേ കാലമായതുകൊണ്ട് ഇത് എനിക്കൊക്കെ ഭയങ്കര ഫണ്ണായിരുന്നു. അത് മറ്റേ ചില വീഡിയോസ് ആണല്ലേ ഇങ്ങനെ ചവിട്ടും പൊളന്നു പോകുന്ന രീതിയിൽ ആനിമേഷൻ കൂടെ വേണം അല്ലേ? ഇതിന്റെ അടിയിൽ ആനിമേഷൻ കൂടെ വിടണം, ചവിട്ടുമ്പോൾ പൊട്ടി പോകുന്ന രീതി. ഇവിടെ കോസില്ല, അവിടെ ശ്രദ്ധിക്കണേ.
നിങ്ങളെ വ്യൂ നോക്കൂ. ഇവിടെ എപ്പോ വേണമെങ്കിലും ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാം. ഒരു സിപ്ലൈൻ കൂടി വീടുകളാണ്. അല്ല ഇതില് ശരിക്കും ബാലിയിൽ സ്വിങ് കയറാൻ ബാലി വരെ പോകണമെന്നില്ല. നമുക്ക് വയനാട്ടിൽ തന്നെ ഉണ്ട് ഗൈസ്. ഇവിടെ അത്യാവശ്യം കുട്ടികൾക്ക് വന്നാലും എൻജോയ് ചെയ്യാൻ കുട്ടികളുടെ പാർക്കാണ്. ഇതാണ് ആ ബാലി സ്വിങ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് കണ്ടു നോക്കുക. ഇത് വളരെ തുച്ഛമായ നിരക്കിൽ നമുക്ക് ഈ പരിപാടി ചെയ്യാവുന്നതാണ്. ഇതിൽ ഞാൻ എല്ലാവരുടെയും വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് ഇവന് ഗേൾസിനെ പോലെ തന്നെ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞ് മേടിപ്പിച്ചു. എൻ്റെ ബ്രദറും മേടിച്ചു. അങ്ങനെ ഇവർ ഭയങ്കര ഫണ്ണായിരുന്നു. ഇതൊക്കെ ആൾക്കാരിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. കാരണം ബോയ്സ് പൊതുവേ ഈ ഡ്രസ്സ് ഇടാറില്ല. പക്ഷേ ഇവർ പറഞ്ഞു ഇവർക്ക് വേണമെന്ന്. ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ചിരിയായിരുന്നു. കാരണം ഇവർ ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് ഇവൻ അവിടെയുള്ള ആളുകൾ വരെ നോക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് എടുത്ത് കളയാൻ തോന്നിയില്ല. നൈറ്റിൽ നല്ല സൂപ്പറായിരുന്നു നമ്മുടെ ബ്രിഡ്ജ് കാണാനായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെയും ഞങ്ങൾ ആകെ ആ 2 കാര്യമേ അവിടെ ചെയ്തുള്ളൂവെങ്കിലും ബാക്കി ടൈം മൊത്തം അവിടെ ഫണ്ണായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ഡ്രോൺ ഇല്ലാഞ്ഞിട്ടും അവിടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് കമ്പനി ആകാൻ വേണ്ടി അവരോട് പോയിട്ട് ചോദിച്ചു, ചേട്ടാ ഇവിടെ ഡ്രോൺ ഉണ്ടോ? ഞങ്ങളുടെ കയ്യിലാണ് ഡ്രോൺ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുള്ള് അടിപൊളിയായിരുന്നു ഇവന്മാർ. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഓലൻ റെസ്റ്റോറൻറ്റിലാണ്. വയനാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വലിയ യൂട്യൂബറാന്നുള്ള കാര്യം എന്താ പറയുക? ഷെഫ് സിനോയ് ആൻഡ് ഷെഫ് ഷിബിൻ ഇവരാണ് ഈ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ടി വിയിലൊക്കെ ഷോകൾ അവതരിപ്പിക്കുന്ന 2 ഷെഫുമാരാണ്. കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള 2 ഷെഫുമാരാണ് ഇവർ. അപ്പോൾ വയനാട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ വയനാട്ടിൽ വരുന്നവർക്ക് ഇതൊരു കിടിലൻ റെസ്റ്റോറൻ്റാണ്. ഇനഫ് സ്പേസ്, അതുപോലെ തന്നെ ആംബിയൻസ് കിടിലനാണ്. അതുപോലെ ഇവരുടെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇവരുടെ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് ഈ 2 ഷെഫുമാരാണ്. ഇവരെ നമ്മൾ പലരും ടി വി പ്രോഗ്രാമുകളിൽ കുക്കറി ഷോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വെറൈറ്റി ഓഫ് ഡിഷാണ്. വയനാട്ടിൽ വരുന്നവർ മസ്റ്റ് ട്രൈ ആണ് ഈ റെസ്റ്റോറൻറ്റ്. നമ്മുടെ നാടൻ എന്താ പറയുക ടേസ്റ്റൊക്കെ അതുപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്.
ഗൈസ് അവിടുത്തെ ഒരു സിഗ്നേച്ചർ ഡിഷാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. റീസെൻ്റ്ലി അവിടെ കൊണ്ടുവന്ന കപ്പത്താളമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പക്ഷേ ഇതിൻ്റെ വീഡിയോ പോലും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. അതിന് മുന്നേ അറ്റാക്കായിരുന്നു. അതുകൊണ്ട് സോറി ഗൈസ്, വീഡിയോസ് ആഡ് ചെയ്യാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ ആരോഗ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് വാസ് ആൻ അമേസിങ് ട്രിപ്പ്.